ഭൂതം നടന്ന വഴിയോ എന്ന് ചോദിക്കാൻ വരട്ടെ, അത്തരത്തിലൊരു സ്ഥലമുണ്ട്. ഭൂതത്താൻ്റെ നടവരമ്പ് എന്നാണ് ഈയിടത്തിൻ്റെ വിളിപ്പേര്. അയർലാൻഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പേര് വന്നതിന് പിന്നിലെന്താണെന്ന് നോക്കാം. എല്ലായിടത്തെയും പോലെ തന്നെ ഈ സ്ഥലത്തിന് ഭൂതത്താൻ നടവരമ്പ് എന്ന പേര് വന്നതിലും ഒരു കഥയുണ്ട്. പലരും പറഞ്ഞു തഴമ്പിച്ച കഥയാണിത്. കഥ ഇങ്ങനെയാണ്: കടലിൽ നിന്നും കൊത്തിയെടുത്ത പോലുള്ള നിരത്തിവെച്ച ഷഡ്ഭുജ കല്ലെടുക്ക് തൂണുകൾ നിറഞ്ഞ സ്ഥലമാണ് ഭൂതത്താൻ നടവരമ്പ്. ഇത് നിർമ്മിച്ചത് പുരാതന അയർലാൻഡിലെ ഫിയോൺ മാക്കൂൾ എന്ന ഭൂതമാണെന്നാണ് കഥ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഭൂതത്താന്റെ നടവരമ്പ് എന്ന് പേര് വന്നത്. ശാസ്ത്രം പറയുന്നത് ചരിത്രം ഇതല്ല എന്നും 60 ലക്ഷം വർഷം മുമ്പുള്ള അഗ്നിപർവ്വത സ്ഫോടനമാണ് കല്ലുകൾ ഈ രീതിയിൽ രൂപപ്പെടാൻ കാരണമെന്നാണ്. ലാവ തണുത്തുറഞ്ഞപ്പോൾ അവയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെടുകയും അവ നിരത്തിവെച്ച ഷഡ്ഭുജ തൂണുകൾ പോലെയാവുകയും ചെയ്തെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടുകാരും മറ്റും ഇന്നും വിശ്വസിക്കുന്നത് ഇത് ഭൂതത്താൻ നടവരമ്പെന്നാണ്. 1986 അയർലാൻഡിലെ ഈ സ്ഥലത്തെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും പേരുകൊണ്ടും കഥകൾ കൊണ്ടും വ്യത്യസ്തപ്പെട്ടു നിൽക്കുകയാണ് ഭൂതത്താൻ നടവരമ്പ്.